ഹായ് എവരി വൺ. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇൻകം എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, മിക്സ്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നമുക്ക് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ കോൺസെപ്റ്റ്സിലോട്ട് നമുക്കൊന്ന് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 3:4 എന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ 12 and 15 years the ratio of their ages of A and B becomes 13:17 ആകും. and find the percentage of A എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ കോമൺലി ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അല്ലെ, അത് നമുക്ക് എങ്ങനെ നോക്കാം. അതിനുശേഷം നമുക്ക് എന്തിലോട്ട് പോവാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ കോൺസെപ്റ്റ്സിലോട്ട് പോകാം കേട്ടോ. അപ്പൊ രണ്ടുപേരുടെ ഏജസിന്റെ റേഷ്യോ 3:4 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്, എക്സാക്ട്ലി പ്രസന്റ് ഏജ് എന്നാണ് കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പൊ 3:4 ആണ് റേഷ്യോ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ വേരിയബിൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടും എഴുതാൻ പറ്റും അല്ലെ. അത് എയുടെ ആക്ച്വൽ ഏജ് 3x എന്നും ബിയുടെ ആക്ച്വൽ ഏജ് 4x എന്നും എഴുതാം അല്ലെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, 12 ഇയേഴ്സിന് ശേഷം എയുടെ, 15 ഇയേഴ്സിന് ശേഷം ബിയുടെ അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ 12 ഇയേഴ്സ് ആഡ് ആകും, ഇതിന്റെ കൂടെ 15 ഇയേഴ്സും ആഡ് ആകും അല്ലെ. അപ്പൊ റേഷ്യോ എത്രയായിട്ടാണ് മാറുന്നത്, 13:17 എന്ന് പറയുന്ന റേഷ്യോയിലോട്ട് എത്തുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, നമ്മളത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ യൂഷ്വൽ വേരിയബിളിന്റെ അപ്രോച്ച് വെച്ചിട്ട് നമുക്കത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെ ചെയ്യാം, 3x + 12 നമ്മൾ ചെയ്യാറുണ്ട്. then 4x + 50 എന്നുള്ളത് നമ്മൾ ചെയ്യാറുണ്ട്. ഇത് എന്തിന് ഈക്വൽ ആയിട്ടായിരിക്കും വരിക, 13/17 ഈക്വൽ ആയിട്ടായിരിക്കും വരിക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലെ. നമുക്ക് എക്സിന്റെ വാല്യൂ നോക്കാം. അപ്പോ 51x + 204 ഈക്വൽ ടു 52x + 195 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആകുക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ -x = -9 കിട്ടും. അപ്പൊ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരിക, 9 എന്ന് പറയുന്ന റിസൾട്ട് ആണ് വരിക അല്ലെ. അപ്പൊ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 9 ആണെങ്കിൽ ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരിക, 3x ആണ് വരിക അല്ലെ. അപ്പൊ x 9 ആണെങ്കിൽ 3x എത്ര വരിക, എക്സാക്ട്ലി 27 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ ഈ ഒരു രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വേരിയബിൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഇനി നമുക്ക് വേറെ ഒരു രീതിയിലും ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇതേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതേ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, വർക്ക്ഔട്ട് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു എലമെന്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേ പെർസ്പെക്റ്റീവിനെ തന്നെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ചെയ്തു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതും എങ്ങനെയാണ് ചെയ്തു പോകേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ ഒരു രീതിയിലും ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷന്റെ രീതിയിൽ നമുക്കത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, 3:4 ആണ് എയും ബിയും തമ്മിലുള്ള റേഷ്യോ അല്ലെ. ഇനി എയുടെ കൂടെ 12 ആണ് ആഡ് ചെയ്യുന്നത്, ബിയുടെ കൂടെ എത്ര ആഡ് ചെയ്യുന്നത്, 15 ആണ് ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ റേഷ്യോ എത്രയായിട്ട് മാറുന്നു പറഞ്ഞാല് 13:17 എന്ന് പറയുന്ന റേഷ്യോയിലോട്ടാണ് എന്താവുന്നത്, കൺവേർട്ട് ആവുന്നത് അല്ലെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. 3:4 റേഷ്യോ 12 15 ആഡ് ചെയ്യുമ്പോൾ 13:17 ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും, 3:17 ആദ്യം നിങ്ങൾ ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കുക, ക്രോസിംഗ് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു പോവുക. 3:17 ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കുക, നമ്മള് 3:17 നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. -4 × 13 ചെയ്യാം. 4 × 13 ചെയ്യാം. ഇത് എന്തിന് ഈക്വലൈസ്ഡ് ആയിരിക്കും ചോദിച്ചാൽ, 13 × 15 -17 × 12 എന്തായിരിക്കണം, ഈക്വൽ ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ 3:17 എന്ന് പറഞ്ഞാൽ 51 ആണ് വരിക, 13 × 4 എന്ന് പറഞ്ഞാൽ 52 ആണ് വരിക, 13 × 15 എന്ന് പറഞ്ഞാൽ 195 ആണ് വരിക, 17 × 12 എന്ന് പറഞ്ഞാൽ 204 ആണ് വരിക. ഇതേ എലമെന്റ്സ് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടിയിരിക്കുന്നത്, വേരിയബിൾ എടുത്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, -1 എന്ന് പറയുന്ന -9 ഈക്വൽ ആണ്. അപ്പൊ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരിക, എക്സാക്ട്ലി 9 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 1 9 റീപ്ലേസ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളത് എവിടെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇനീഷ്യലി ഉള്ള റേഷ്യോയിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതായത് നമുക്ക് എന്താണ്
കഴിഞ്ഞ പ്രോസസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്സിന്റെ വാല്യൂ 9 എന്നാണ് കിട്ടിയത് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ 9 ആണെങ്കിൽ നമുക്ക് 3x-ലും 4x-ലും മാത്രമല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 1 എന്ന് പറയുന്ന 9 ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ വാല്യൂ എന്തിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, ഇനീഷ്യൽ റേഷ്യോയിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ 1 9 ആണെങ്കിൽ 3 എത്ര വരിക, എക്സാക്ട്ലി 3 × 9 എന്ന് പറയുമ്പോൾ 27 എന്ന് പറയുന്ന റിസൾട്ട് ആണ് എന്ത് വരിക, നമുക്ക് എക്സാക്ട്ലി വരിക കേട്ടോ. അപ്പൊ ഇതൊന്ന് എല്ലാവരും മൈൻഡിൽ വെക്കുക. ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാക്ട്ലി ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറി ചെയ്യരുത് കേട്ടോ. എവിടെയെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷനും തെറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. ഇൻകം ഓഫ് അനുരാഗ് ആൻഡ് ഭാരത് ആർ ഇൻ ദ റേഷ്യോ 5:6 ആൻഡ് their expenditures 235:278 ആണ്. അനുരാഗ് സേവ് ചെയ്യുന്നത് 1000, ഭാരത് സേവ് ചെയ്യുന്നത് 2000. then find the income of അനുരാഗ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഒരു കോൺസെപ്റ്റ് അറിയാം അല്ലെ. ഇൻകം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സിന് എന്തായിട്ടാണ് വരിക, ഈക്വൽ ആയിട്ടാണ് വരിക അല്ലെ. അപ്പോൾ നമുക്കിവിടെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോസ് തന്നിട്ടുണ്ട്. എത്ര വരിക, 235ഉം 278ഉമാണ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ റേഷ്യോ വരിക അല്ലെ. അപ്പൊ എക്സ്പെൻഡിച്ചേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 235ഉം 278ഉമാണ് വരിക അല്ലെ. ഓക്കെ, ഇനി നമുക്കറിയാം എക്സ്പെൻഡിച്ചറിന്റെയും സേവിങ്സിന്റെയും കൂടെ സമ്മാണ് ഇൻകം എന്ന് പറയുന്നത് അല്ലെ. ഈ കൺസേൺഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, എക്സാക്ട്ലി അവരുടെ സേവിങ്സ് ആയിട്ടുള്ള 1000ഉം 2000ഉം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തിലോട്ട് എത്താൻ പറ്റും, ഇൻകമിന്റെ പെർസ്പെക്റ്റീവിലോട്ട് എത്താൻ പറ്റും അല്ലെ. അപ്പൊ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ കൂടെ നമ്മൾ എന്താണ്, സേവിങ്സിന്റെ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചറിന്റെ കൂടെ സേവിങ്സിന്റെ പാർട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അല്ലെ. അതായത് എത്ര വരെ, ഇവിടെ 1000 ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്, ഇവിടെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്, 2000 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എക്സ്പെൻഡിച്ചറിന്റെ കൂടെ സേവിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സാക്ട്ലി ഇൻകം എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ ഇൻകമിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും തന്നിരിക്കുന്നത്, എക്സാക്ട്ലി 5:6 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ക്രോസ് ചെയ്യാം, 235 × 6 എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, 200 × 6 എന്ന് പറയുമ്പോൾ 1200, 35 × 6 എന്ന് പറയുമ്പോൾ 210 ആണ് വരിക അല്ലെ. അപ്പൊ 1200ഉം 210 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 1410 ആണ് കിട്ടുക അല്ലെ. മൈനസ് 278 × 5 അല്ലെ, എന്ത് ചെയ്താൽ മതി, 2780ന്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പൊ എത്ര വരിക, 2780ന്റെ പകുതി പറയുമ്പോൾ 1390 ആണ് വരിക അല്ലെ. 1390 ആണ് വരിക. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, 5 × 2000 പറയുമ്പോൾ 10K ആണ് വരിക. മൈനസ് 6 × 6000, 1000 എന്ന് പറയുമ്പോൾ എത്ര വരിക, 6K ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, എക്സാക്ട്ലി 4K, അതായത് 4000ന് എന്തായിട്ടാണ് വരിക, ഈക്വൽ ആയിട്ടാണ് വരിക അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ 20 4K ആണെങ്കിൽ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും, എക്സാക്ട്ലി വരിക 200ന് ഈക്വൽ ആയിട്ടായിരിക്കും വരിക അല്ലെ. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരിക, 200 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ, 1 എന്ന് പറയുന്ന റേഷ്യോ 200 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂന് ഈക്വൽ ആയിരിക്കും. 1 എവിടെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇനീഷ്യൽ റേഷ്യോയിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ഇനീഷ്യൽ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക, എക്സ്പെൻഡിച്ചറിൽ ഈ ഒരു റേഷ്യോ ആണ് ഇനീഷ്യൽ കണ്ടന്റ് വരിക അല്ലെ. അപ്പൊ 1 200 ആണെങ്കിൽ നമുക്ക് എന്താ കണക്കാക്കേണ്ടത്, ഇൻകം ഓഫ് അനുരാഗ് ആണ് കണക്കാക്കേണ്ടത് അല്ലെ. അപ്പൊ ഇത് അനുരാഗിന്റെ കേസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ്, ഭാരത്തിന്റെ കേസാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻകം ഓഫ് അനുരാഗ് എത്രയാണെന്ന് ചോദിച്ചാൽ 1 200 ആണെങ്കിൽ 235 എത്ര വരിക, എക്സാക്ട്ലി 235 × 2 എന്ന് പറയുമ്പോൾ 470, 2 zeros അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എയുടെ എക്സ്പെൻഡിച്ചർ എത്ര വരിക, 47,000 ആണ് വരിക. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എയുടെ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഒരിക്കലും നിങ്ങൾ 200 × 5 അങ്ങനെയൊന്നും എഴുതരുത്, എയുടെ ഇൻകം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്കറിയാം അല്ലെ. അപ്പോൾ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്തറിയാന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്തിലോട്ട് എത്താൻ പറ്റും, ഇൻകമിലോട്ട് എത്താൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സാക്ട്ലി 47,000 പ്ലസ് എന്ത് ചെയ്താൽ മതി, എക്സാക്ട്ലി 1000 കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക, 48,000 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അനുരാഗിന്റെ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമ്മുടെ സൈലന്റ് ബാങ്കിങ്ങിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത കോഴ്സാണ് നമ്മുടെ IBPS SBI ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. വരുന്ന IBPS SBI
വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈ 9 ഈ കൺസേൺഡ് ആയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാങ്കിങ് ജോലി വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. എല്ലാം ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. അതിനുശേഷം അത് റെക്കോർഡഡ് ഫോമിലോട്ട് കൺവേർട്ട് ആകും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെക്കോർഡഡ് ഫോമിലോട്ട് അത് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 400+ അവേഴ്സ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഒരു ദിവസം 2 to 4 hours ഉണ്ടാകും. വീക്ക്ലി 5 to 6 days ഉണ്ടാകും. കോസ്റ്റ് എന്ന് പറയുമ്പോൾ 6,999 rupees ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ അടുത്ത ഒരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റുഡൻസ്. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ബൈ ട്ടോ.